മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ ഈ വീഡിയോയിൽ കൂടെ എല്ലാവരെയും ഒരു പ്രധാനപ്പെട്ട കാര്യം അറിയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർ ചിലപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചു കാണും. ഫലങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ചിലപ്പോൾ ഞാൻ പറയാറുണ്ട്, ഈ ഗ്രഹം ഇപ്പോൾ മൗഢ്യാവസ്ഥയിലാണ് എന്ന്. ഒരു ഗ്രഹം എങ്ങനെയാണ് മൗഢ്യനാകുന്നത് എന്നത് പലർക്കും അറിയാൻ ഇടയില്ല. ഗ്രഹങ്ങൾക്ക് മൗഢ്യത എങ്ങനെയാണ് ഉണ്ടാകുന്നത്, ഇത് മനുഷ്യരിൽ എന്ത് പ്രഭാവം ചെലുത്തുന്നത് എന്നതിനെക്കുറിച്ചാണ് ഈ ചെറിയ വീഡിയോയിൽ ഞാൻ പറയുന്നത്. സൂര്യനെ എല്ലാ ഗ്രഹങ്ങളുടെയും രാജാവായിട്ടാണ് ജ്യോതിഷത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്. ഒരു കണക്കിന് എല്ലാ ഗ്രഹങ്ങൾക്കും ഊർജം നൽകുന്നത് സൂര്യനാണ്. സൂര്യനാണ് ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളുടെയും ജീവൻ്റെ അടിസ്ഥാനം. ഒരു ഗ്രഹം മൗഢ്യാവസ്ഥയിലാകുന്നത് ആ ഗ്രഹവും സൂര്യനുമായി ഒരു നിശ്ചിത ദൂരത്തിലാകുമ്പോൾ സൂര്യൻ്റെ അത്യധികമായ പ്രഭ കാരണം ആ ഗ്രഹത്തിൻ്റെ പ്രഭാവം ഇല്ലാതാകുന്നതാണ്. ഉദാഹരണത്തിന് നട്ടുച്ചയ്ക്ക് വെളിയിൽ ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ആ സ്ഥിതിയായിരിക്കും മൗഢ്യഗ്രഹത്തിന് ഉണ്ടാകുന്നത്. ഈ സ്ഥിതിയെ ഒരു ഗ്രഹം അസ്തമിച്ചു എന്നും പറയാറുണ്ട്. പല ഗ്രഹങ്ങൾക്കും പല ദൂരങ്ങളിലാണ് ഈ അവസ്ഥ ഉണ്ടാകുന്നത്. ഉദാഹരണത്തിന് ചന്ദ്രൻ 12 ഡിഗ്രിയിലും ചൊവ്വ 7 ഡിഗ്രിയിലും ബുധൻ 13 ഡിഗ്രിയിലും വ്യാഴം 11 ഡിഗ്രിയിലും ശുക്രൻ 9 ഡിഗ്രിയിലും ശനി 15 ഡിഗ്രിയിലും സൂര്യൻ്റെ അടുത്തെത്തുമ്പോഴാണ് മൗഢ്യനാകുന്നത്. ദൂരം പിന്നീട് ഈ ഡിഗ്രിയിൽ അധികമാകുമ്പോൾ മൗഢ്യത മാറുന്നതുമാണ്. ഇതിനെ ഗ്രഹത്തിൻ്റെ ഉദയം എന്നും നമ്മൾ പറയാറുണ്ട്. മൗഢ്യാവസ്ഥയിൽ ഒരു ഗ്രഹം ശുഭഫലങ്ങൾ നൽകില്ല എന്നാണ് പറയാറുള്ളത്. രാഹുവും കേതുവും നിഴൽ ഗ്രഹങ്ങളായതിനാൽ മൗഢ്യത ഉണ്ടാകുന്നതല്ല. ബുധൻ എപ്പോഴും സൂര്യൻ്റെ അടുത്തുള്ളതിനാൽ ബുധൻ്റെ മൗഢ്യത പൂർണ്ണമല്ല എന്നാണ് ചില ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ പറയുന്നത്. ചന്ദ്രൻ ഈ സ്ഥിതിയിലാകുന്നത് അമാവാസി, അതായത് കറുത്തവാവിൻ്റെ ദിവസമാണ്. ഒരു ഗ്രഹം മൗഢ്യാവസ്ഥയിലാകുമ്പോൾ ആ ഗ്രഹത്തിൻ്റെ പൂർണ്ണ ഫലങ്ങൾ ലഭിക്കുന്നതല്ല, അതായത് പ്രഭാവങ്ങൾ കുറയുന്നതായിരിക്കും. പക്ഷേ ഈ സമയത്ത് ആ ഗ്രഹം നിങ്ങളുടെ അശുഭഭാവത്തിൻ്റെ അധിപനാണെങ്കിൽ, അതായത് 3, 6, 8, 12 എന്നീ ഭാവങ്ങളുടെ അധിപനാണെങ്കിൽ അശുഭഫലങ്ങളിൽ കുറവ് വരുന്നത് കാരണം ആ രാശിക്കാർക്ക് ആശ്വാസം ലഭിക്കുന്നതായിരിക്കും, അതായത് ശുഭഫലങ്ങൾ കൂടുന്നതായിരിക്കും. വർഷം 2024 വ്യാഴം മെയ് 7-ാം തീയതി മുതൽ ജൂൺ 6-ാം തീയതി വരെ ഏകദേശം 30 ദിവസവും, ശനി 2024 ഫെബ്രുവരി 17-ാം തീയതി മുതൽ മാർച്ച് 26-ാം തീയതി വരെ ഏകദേശം 38 ദിവസം മൗഢ്യാവസ്ഥയിൽ ആകുന്നതായിരിക്കും. ഇതിനെക്കുറിച്ച് വിശദമായ വീഡിയോ പിന്നീട് ഞാൻ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.